ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 92. ലുത്തിനിയ രണ്ടാമത് നമ്മള് പരിശുദ്ധ മറിയമേ അല്ലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് ദൈവത്തിന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹോളി മദർ ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷില്. ഹോളി മദർ ഓഫ് ഗോഡ്. ലത്തീനില് സാങ്ക്ത ദെയി ജെനിത്രിക്സ്. തെയത്തോക്കോസ് എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുക. മദർ ഓഫ് ഗോഡ് എന്നാണ്. ദൈവമാതാവിന് പകരം തെയത്തോക്കോസ്. ദൈവവാഹക, ഗോഡ് ബെയറർ എന്നാണ് വാക്കിനർത്ഥം. ദൈവവാഹക. മറിയത്തിൽ നിന്ന് ജനിച്ചവൻ. ലൂക്കാസ് 1:28-38, മത്തായി 1:18-23. മറിയത്തിൽ ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ്. യോഹന്നാൻ 1:18. ദൈവം തന്നെയായ പുത്രൻ, ഗോഡ് ദ ഓൺലി സൺ, ഗോഡ് ദ സൺ, ദൈവം തന്നെയായ പുത്രൻ. നമുക്ക് നല്ല മനോഹരമായ ഒരു മലയാളം വാക്കുണ്ട്, പുത്രൻ തമ്പുരാൻ. നല്ല വാക്കാണത്, പുത്രൻ തമ്പുരാൻ. അപ്പോൾ മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ്. ലത്തീനില് ഞാൻ പറഞ്ഞല്ലോ ദെയി ജെനിത്രിക്സ് എന്ന സംജ്ഞയുടെ ധ്വനിസാന്ദ്രത ഇല്ലെങ്കിലും ഈ ദൈവമാതാവ് എന്ന ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ലത്തീനിൽ മാത്തർ ദെയി എന്ന് പറയും. ദെയി ജെനിത്രിക്സ് അതാണ് ശരിക്കുള്ള ഒറിജിനൽ വാക്ക്. പക്ഷെ പിന്നീട് മാത്തർ ദെയി എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, ദൈവമാതാവ്. ഈ ദെയി ജെനിത്രിക്സ് എന്ന് പറയുന്ന പുണ്യജനനി എന്ന് പറയുന്ന അതിന്റെ അത്രയും ഒരു എന്താ പറയാ ഒരു ധ്വനിസാന്ദ്രത, പഞ്ച് ഇല്ലാത്ത വാക്കാണ് മാത്തർ ദെയി. എന്നാലും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ ദെയി ജെനിത്രിക്സ് എന്ന് പറയാൻ ഇല്ലേ, എന്താ പറയാ, ജെനിത്രിക്സ്, ജനിപ്പിച്ചവൾ ഇല്ലേ. ദൈവത്തെ ജനിപ്പിച്ചവൾ എന്ന് പറഞ്ഞാല് വേറെ ഒരു ദൈവം ഇല്ലേ, ദൈവത്തിന്റെ മാതാവ് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കരുത്. ഈ ദൈവമാതാവ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെയും പുത്രൻ തമ്പുരാൻ ഇല്ലേ, ആദിയിലുള്ള ആരംഭമില്ലാത്ത ആ ദൈവത്തിന്റെ മാതാവ് എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ്. അതാണ് അർത്ഥം. അല്ലാതെ ദൈവത്തെ ജനിപ്പിച്ചവൾ എന്ന് പറഞ്ഞിട്ട് ഈ ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാണ്, അവനെ ജനിപ്പിച്ചവൾ എന്ന് വിചാരിക്കരുത്. ഓരോ ശീർഷകത്തിനും ഓരോ അതിൻ്റെതായ അർത്ഥമുണ്ട്. അപ്പോ ഈ ദെയി ജെനിത്രിക്സ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം അത്രയും തന്നെ ധ്വനിസാന്ദ്രത ഇല്ലാത്തതാണ് ഈ മാത്തർ ദെയി, ദൈവമാതാവ്. പക്ഷെ ഈ രണ്ട് വാക്ക് ഉപയോഗിക്കുന്നതിനും വേദപുസ്തകത്തിൽ ഒരു തെളിവുണ്ട്, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമുണ്ട്. ദൈവവാഹക എന്ന് ഉപയോഗിക്കുന്ന നല്ല അടിത്തറയുള്ളതുപോലെ തന്നെ ഈ ദൈവമാതാവ് എന്ന് ഉപയോഗിക്കുന്നതിനും അടിത്തറയുണ്ട്. എന്റെ കർത്താവിന്റെ അമ്മ എന്ന് തിരുവചനം മറിയത്തെ വിളിക്കുന്നുണ്ട്. എന്റെ കർത്താവിന്റെ അമ്മ. ലൂക്കാസ് 1:43. എലിസബത്ത് അങ്ങനെയാണ് പറഞ്ഞത് മറിയത്തോട്, എന്റെ കർത്താവിന്റെ അമ്മ. ഗ്രീക്കില് ഹേ മേഥർ ടു ക്യൂരിയു. ഹീബ്രുവില് ഏം അദോനി. ലൂക്കാസിന്റെ സുവിശേഷത്തില് 1-ാമത്തെ അധ്യായത്തിലാണ് എന്റെ കർത്താവിന്റെ അമ്മ 1:43 എലിസബത്ത് പറയുന്നത്. ഈ 1-ാമത്തെ അധ്യായത്തില് പല പ്രാവശ്യം കർത്താവ് എന്ന വാക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, ക്രിസ്റ്റാഡൽഫിയൻസ്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റന്റ്സ്, അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരൊക്കെ പറയുന്നത് എന്റെ കർത്താവിന്റെ അമ്മ എന്ന് അവിടെ ഉള്ളതിന്റെ അർത്ഥം എന്റെ ഗുരുവിന്റെ അമ്മ എന്നാണ്, അല്ലാണ്ട് കർത്താവിന്റെ അമ്മ എന്നല്ല. അതുകൊണ്ട് മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്ന ന്യായം കർത്താവ് എന്നതിന് അവിടെ അർത്ഥം നാഥൻ അല്ലെങ്കിൽ ഗുരു എന്നാണ്. അപ്പൊ എന്റെ നാഥന്റെ അമ്മ, എന്റെ ഗുരുവിന്റെ അമ്മ എന്നാണ് അതിനർത്ഥമുള്ളൂ. കർത്താവിന്റെ അമ്മ എന്ന അർത്ഥമില്ല. കർത്താവിന്റെ അമ്മ എന്ന അർത്ഥമില്ലാത്തതുകൊണ്ട് മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് അവർ പ്രചരിപ്പിക്കണേ. എന്നാൽ ലൂക്കാസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തില് കർത്താവ് എന്ന വാക്ക് പല പ്രാവശ്യം വരുന്നുണ്ട്. വരുന്നിടത്തെല്ലാം ദൈവമായ കർത്താവ് എന്നാണ് അർത്ഥം. അതൊന്ന് തെളിയിക്കാനായിട്ട് ഞാൻ ആ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് എന്ന് വരുന്ന വാക്കുകൾ, ആ വചനങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ലൂക്കാസ് 1:6. ഇരുവരും, എലിസബത്തും സക്കറിയായും, ദൈവത്തിന് മുമ്പിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു.
കർത്താവിന്റെ സകല കൽപ്പനകളിലും. അവിടെ നാഥന്റെന്നോ ഗുരുവിന്റെയോ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ദൈവമായ കർത്താവിന്റെ കൽപ്പന എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ കർത്താവിന്റെ എന്ന വാക്ക് 1:6 ഉപയോഗിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവിനെയാണ്. ലൂക്ക 1:8-9 തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അർപ്പിക്കാൻ സക്കറിയാസിന് കുറി വീണു. കർത്താവിന്റെ ആലയത്തിൽ, നാഥന്റെ ആലയത്തിൽ, ഗുരുവിന്റെ ആലയത്തിൽ എന്നാണോ അവരർത്ഥം? അല്ല, ദൈവമായ കർത്താവിന്റെ ആലയം എന്നല്ലേ? അതെ. ലൂക്കാസ് 1:11 അപ്പോൾ കർത്താവിന്റെ മാലാഖ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായി സക്കറിയാസിന് പ്രത്യക്ഷപ്പെട്ടു. ലൂക്കാസ് 1:11 കർത്താവിന്റെ മാലാഖ, ഗുരുവിന്റെ മാലാഖ, നാഥന്റെ മാലാഖ എന്ന് പറഞ്ഞ ശരിയാകോ? ദൈവമായ കർത്താവിന്റെ മാലാഖ എന്നല്ലേ അർത്ഥം? അതെ. 1:15 ലൂക്കാസ് അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മ കൊണ്ട് നിറയും. സ്നാപയോഹന്നാനെ കുറിച്ചാണ്. അവൻ കർത്താവിന്റെ സന്നിധിയിൽ, ഗുരുവിന്റെ സന്നിധിയിൽ, നാഥന്റെ സന്നിധിയിൽ എന്ന് മാത്രമാണ് അർത്ഥം. അല്ലല്ലോ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എന്നല്ലേ? അതെ. 1:16 ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. യോഹന്നാനെ കുറിച്ചാണ്, സ്നാപയോഹന്നാനെ കുറിച്ച്. അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു ദൈവമായ കർത്താവിങ്കിലേക്ക്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവമായ കർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. 1:17 അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും അവന് മുമ്പേ ഏലിയായുടെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സജ്ജീകൃതമായ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ, ദൈവമായ കർത്താവിന് വേണ്ടിയല്ലേ? അതെ. ഇനി 1:25 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ഒളിച്ചു പാർത്തു. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇതെനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ, ഗുരുവെന്നും നാഥനെന്നും മാത്രമാണ് അർത്ഥം, ദൈവമായ കർത്താവ് എന്നല്ലേ? 1:28 മാലാഖ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറഞ്ഞു, മറിയത്തോട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ദൈവമായ കർത്താവ് നിന്നോടുകൂടെ. 1:32 അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ദൈവമായ കർത്താവാണ് കർത്താവ്. 1:45 കർത്താവ് തന്നോട് അരുളി ചെയ്ത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് ദൈവമായ കർത്താവിനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഇനി മറിയം തന്നെ പറയുന്നുണ്ട് 1:46 എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആ രക്ഷകനായ ദൈവമാണ് കർത്താവ് എന്ന് അവൾ തന്നെ പറയാണ്. 1:58 കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അയൽക്കാരും ബന്ധുക്കളും കേട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. എലിസബത്ത്, കർത്താവ് അവളോട്. 1:66 കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ച് ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ്. ലൂക്ക 1:67 അവന്റെ അപ്പനായ സക്കറിയാസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. ഈ അധ്യായത്തിൽ കർത്താവ് എന്ന് വരുന്നത് മുഴുവൻ ദൈവമായ കർത്താവിനെയാണ്. അപ്പോൾ 1:43 എന്റെ കർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവിന്റെ അമ്മ എന്ന് തന്നെയാണ് അർത്ഥം. അതായത്, അപ്പോൾ ഞാൻ ആവർത്തിക്കട്ടെ, അവളിൽ നിന്ന് ജനിച്ചവൻ, മറിയത്തിൽ നിന്ന് ജനിച്ചവൻ കർത്താവാണ്, കർത്താവായ ദൈവമാണ് എന്നാണ് അർത്ഥം. അല്ലാതെ ദൈവത്തിന് അവൾ ജന്മം കൊടുത്തുന്നല്ല. ദൈവമാതാവ് എന്ന് പറഞ്ഞാൽ, എന്റെ കർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവമായ കർത്താവാണ്. ദൈവമായ കർത്താവിന് മനുഷ്യനാകാൻ മറിയത്തോട് അനുവാദം ചോദിച്ചു, മറിയത്തിലൂടെ വന്നു. ഒരു റോക്കറ്റ് പിടിച്ച് വരികയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഒരു കോണി വെച്ച് ഇറങ്ങി വരികയല്ല ചെയ്തത്. മറിയത്തിൽ മനുഷ്യനായി ഗർഭത്തിൽ രൂപപ്പെട്ട് 10 മാസം ഗർഭത്തിൽ കിടന്ന് അങ്ങനെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് ദൈവമായ കർത്താവ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് തിരുവചനം വിളിക്കുന്ന ഒരാളെ അത് ദൈവമായ കർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ദൈവമാതാവ് എന്ന് വാക്കുപയോഗിക്കുന്നു. അതിനെയാണ് ദൈവത്തിന്റെ പുണ്യജനനി, അതായത് ഹോളി മദർ ഓഫ് ഗോഡ്, ദൈവമാതാവേ എന്നാണ് അതിന്റെ അർത്ഥം. ഹോളി മദർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുണ്യമാതാവ്, പുണ്യജനനി. ആ തർജ്ജമ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പരമ്പരാഗത തർജ്ജമ തന്നെ ഞാൻ നിലനിർത്തിയിരിക്കുകയാണ്. അത് ലത്തീനിൽ നിന്നും തർജ്ജമ ചെയ്യപ്പെട്ടതാണ് പലതൊക്കെ. അതിന്റെ ധ്വനി സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ എന്ന് കരുതിയിട്ടും പിന്നെ അതാണ് എല്ലാവർക്കും പരിചയം എന്നതുകൊണ്ടുമാണ് ഞാനിങ്ങനെ പറയുന്നത്. ചുരുക്കത്തിൽ രണ്ടാമത്തെ വാഴ്ത്തുമൊഴി ഈ ദൈവത്തിന്റെ പുണ്യജനനി
അതിന് ഇംഗ്ലീഷ് ഹോളി മദർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരിശുദ്ധ മാതാവേ, ദൈവത്തിന്റെ പരിശുദ്ധ മാതാവേ. അതിനർത്ഥം അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമായ കർത്താവാണ്, ഈശോ ദൈവമായ കർത്താവാണ്. ഇതാണ് എന്റെ കർത്താവിന്റെ അമ്മ എന്നവിടെ പറയുന്നതിന്റെ അർത്ഥം. യഹോവ സാക്ഷികളോടൊക്കെ നിങ്ങൾ ചെന്ന് പറയണം, നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള സകല ആളുകളെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ മറിയത്തിന്റെ ജന്മദിന തിരുനാൾ ആഘോഷിക്കുന്നതും. അതിലെ ഒക്ടോബർ മാസത്തിൽ ജപമാല ആചരണമൊക്കെ വെറും ഭക്തിയായിട്ട് മാറരുത്. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള സകലരെയും തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം കൂടി വേണം. അത് നടക്കണമെങ്കിൽ അവരോട് ഈ വചനം പറയണം. നിങ്ങൾ ഈ പറഞ്ഞ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പറ്റില്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക, അവർ കേൾക്കാൻ പറയുക. അവർ തെറി പറഞ്ഞോട്ടെ, അതൊന്നും സാരമാക്കണ്ട. അങ്ങനെ വചനം അവർ കേട്ട് കഴിയുമ്പോൾ പതുക്കെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ച് അവരും കത്തോലിക്ക സഭയിലേക്ക് വരികയും മറിയത്തെ അവരുടെ അമ്മയായി, ആത്മീയ അമ്മയായി കർത്താവ് നൽകിയത് അവർ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്തിനാണ് നമുക്കൊരു മെത്രാൻ സിനഡ്? മെത്രാൻ സിനഡിന്റെ വിശ്വാസ്യത ആകെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇപ്പോ ഈ മെത്രാൻ സിനഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2025 ഓഗസ്റ്റ് മാസത്തിലെ സിനഡ്, മെത്രാൻ സിനഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സിനഡിന്റെ ഉള്ളിൽ അല്ലെ അതിന്റെ ഇടയിലാണ് ഓഗസ്റ്റ് മാസം 26-ാം തീയതി മാത്യു മൂലക്കാട്ട് പിതാവിന്റെ നേതൃത്വത്തിലുള്ള സുപ്പീരിയർ കോടതി പാമ്പാറി അച്ഛനെയും ജോയ് പാനിയാക്കർ അച്ഛനെയും ജോസ് മാറാട്ടിൽ അച്ഛനെയും, അത് സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ മുഖ്യ ജഡ്ജിയും മറ്റ് 2 ജഡ്ജിമാര്, അവരെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിലേക്ക് വിളിപ്പിച്ചതും പാമ്പളാനി പിതാവ് നൽകിയ പരാതി പരിശോധിച്ചതും ആ പരാതിയിൽ കഴമ്പില്ലെന്നും പാമ്പളാനി പിതാവിനെതിരെയും മണവാളനത്തിനെതിരെയുമുള്ള കേസുകളുമായി മുന്നോട്ട് പോകാമെന്നും തീർപ്പ് കൽപ്പിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായത്. അത് രേഖയായിട്ട് വന്നത് സെപ്റ്റംബർ 2-നാണ്. പക്ഷേ ഇത് തീരുമാനത്തിലെത്തിയത് ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്, ഇപ്പോഴത്തെ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ സിനഡിൽ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ്, പെർമനന്റ് സിനഡ് മെമ്പർ കൂടിയാണ് മാർ മാത്യു മൂലക്കാട്ട് പിതാവ്, മെത്രാപ്പോലീത്ത. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം പാമ്പ്ളാനി പിതാവിന്റെ പരാതി നിലനിൽക്കില്ല, ആ പരാതി തള്ളിപ്പോകും. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ട്രിബ്യൂണലിന് പാമ്പ്ളാനി പിതാവിനെതിരെയും മണവാളനെതിരെയുമുള്ള കേസുകളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ ഈ സിനഡില് ഇത് സിനഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇത് തീരുമാനമായത്. അപ്പോൾ ഇത്രമാത്രം ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയ പാമ്പ്ളാനി പിതാവിനെ, ആ പാമ്പ്ളാനി പിതാവിന് ഒരു മുന്നറിയിപ്പോ താക്കീതോ എന്തെങ്കിലും ഒരു നടപടി, അദ്ദേഹത്തിനെതിരെ നടപടിയോ ഈ മെത്രാൻ സിനഡ് എടുത്തോ? ചുരുങ്ങിയ പക്ഷം സിനഡ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തുക, ഒരു താക്കീത് പോലെ. അദ്ദേഹം സെക്രട്ടറി തുടരുന്നതുകൊണ്ട് വേറെ ആൾ തുടരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. മറ്റേത് മെത്രാന്മാരെടുത്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണവുമില്ല. ഇദ്ദേഹം അവിടെ ഇരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് വ്യക്തിപരമായി ദോഷവുമില്ല. പക്ഷേ ഈ കോടതി ഇങ്ങനെ കുറ്റക്കാരൻ കണ്ട ഒരാളെ ഒരു ചെറിയ ശിക്ഷയോ താക്കീതെങ്കിലും കൊടുക്കണ്ടേ? അപ്പം സെക്രട്ടറി സ്ഥാനത്ത്, സിനഡ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു താക്കീതായിരിക്കും അത്. അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി മെത്രാപ്പോലിസ് സ്ഥാനത്ത് മാറ്റുക. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ? അപ്പോഴല്ലേ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുക, മര്യാദ ഉയർത്തിപ്പിടിക്കുക, ആത്മീയത ഉയർത്തിപ്പിടിക്കുക. ഇനി അതിന് തയ്യാറായില്ലെങ്കിൽ ഈ മേജർ ആർച്ച് ബിഷപ്പ് നടപടിയെടുക്കേണ്ടതായിരുന്നില്ലേ? പക്ഷെ മേജർ ആർച്ച് ബിഷപ്പിനും നടപടിയെടുക്കാൻ കഴിയാതെ വരും. കാരണം എന്താ? അദ്ദേഹത്തിനെതിരെയും കോടതി പരാമർശമുണ്ട്, പല പരാമർശങ്ങളുണ്ട് തട്ടിൽ പിതാവിനെതിരെ. അങ്ങനെയെങ്കിൽ ഈ മെത്രാൻ സിനഡിലല്ലേ തട്ടിൽ പിതാവിനെതിരെയും പാമ്പ്ളാനി പിതാവിനെതിരെയും ചുരുങ്ങിയ പക്ഷം ഒരു മാതൃകയാകാനുള്ള നടപടിയെങ്കിലും നിർദ്ദേശിക്കേണ്ടിയിരുന്നത്, പറയേണ്ടിയിരുന്നത്? ഞങ്ങൾ പാമ്പാറച്ചന്റെ കോടതി വിധി ചർച്ച ചെയ്തുവെന്നും അതിന്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് പാമ്പ്ളാനി പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് മാറ്റി നിർത്തുന്നുവെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ മെത്രാൻ സിനഡിന് ഒരു വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നില്ലേ? നിങ്ങൾ പാമ്പാറച്ചന്റെ മെത്രാന്മാരാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പാമ്പാറച്ചന്റെ കോടതി വിധി വായിച്ചായിരുന്നോ? ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു ജോയ് പാലിയാക്കരച്ചനും ഇടുക്കി രൂപതയിലെ ജോസ് മാറാട്ടിലച്ചനും അവനും ഒപ്പിട്ടിട്ടുണ്ട്. കോടതി കൃത്യമായി തെളിവുകൾ സഹിതമാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ആ വിധി നിങ്ങൾ വായിച്ചോ? നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാനിന്ന് അതിലത്തെ പ്രധാനപ്പെട്ട
കാര്യങ്ങളൊന്ന് പറയാണ്. പാമ്പ്ളാനി മെത്രാപ്പൊലീത്ത അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു. പാമ്പാറത്തിന്റെ കോടതി വിധിയിലുള്ളതോ പറയണേ. അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടലാണെന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തെ? പാമ്പ്ളാനി മെത്രാപ്പൊലീത്ത അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നുവെന്നും അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടലുമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്തേ അദ്ദേഹത്തെ പുറത്താക്കാതിരുന്നേ? തീർന്നില്ല. വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. വരുത്തിവെച്ച നാശനഷ്ടങ്ങളിൽ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. മണവാളത്തിൽ പണം കട്ടെടുക്കുന്നുവെന്നും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നുവെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ മണവാളനെയാണ് പാമ്പ്ളാനി പിതാവ് സംരക്ഷിക്കാനായിട്ട് തെറ്റായ വഴികൾ അന്വേഷിക്കുന്നത്. തെറ്റായ വഴികൾ. അപ്പൊ ഇതിനൊക്കെ നഷ്ടപരിഹാരം ചെയ്യിക്കേണ്ടതല്ലേ നിങ്ങൾ? ഈ മെത്രാൻ സിനഡിന്റെ ആത്മീയത അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പരസ്പരം അല്ലേ ഇങ്ങനെ തട്ടിപ്പൊത്തി എല്ലാം ഭംഗിയായിരിക്കുന്നു പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ വർഷത്തിൽ 2 പ്രാവശ്യം കൂടുന്നത്? അത് ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ? മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പൊലീത്ത പാമ്പ്ളാനി പിതാവും കൃത്യവിലോപം ചെയ്തിരിക്കുന്നു. നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി എന്ന് സഭാ കോടതിയുടെ വിധിന്യായത്തിലുണ്ട്. ആ തട്ടിൽ പിതാവ് ഈ സിനഡിൽ പങ്കെടുക്കുമ്പോൾ പിതാവിനോട് ചോദിക്കണ്ടേ, എന്താണ് ഇങ്ങനെ കോടതി വിധി ഇത് നിങ്ങൾ കണ്ടായിരുന്നോ? നിങ്ങൾ കൃത്യവിലോപം ചെയ്തിരിക്കുന്നു, അതിനെന്താണ് പരിഹാരം എന്ന് എന്തുകൊണ്ട് സിനഡ് ചോദിച്ചില്ല? ചോദിച്ചെങ്കിൽ അതെന്തുകൊണ്ട് ഞങ്ങൾ അറിയിക്കുന്നില്ല? അത് മാത്രം പോരല്ലോ, കൃത്യവിലോപം ചെയ്തത് മാറ്റാനായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഇതിനു മുമ്പ് മേജർ ആർച്ച് ബിഷപ്പിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചാർജ് മാറ്റി നിർത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പൊ നിങ്ങളത് ചെയ്യേണ്ടതല്ലേ? കൃത്യവിലോപം ചെയ്തതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാറി നിൽക്കൂ, എറണാകുളത്തിന്റെ ചാർജിൽ നിന്ന് മറ്റൊരാളെ നടത്തട്ടെ എന്നെന്തുകൊണ്ട് ചിന്തിച്ചില്ല? പാമ്പ്ളാനി പിതാവിനെതിരെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് കോടതി. ഗ്രോസ് വയലേഷൻ ഓഫ് കാനൺ ലോ, സഭയുടെ കാനോൻ നിയമത്തിന്റെ ഗൗരവമേറിയ ലംഘനം, നിയമലംഘനം. ഗ്രോസ് വയലേഷൻ ഓഫ് കാനൺ ലോ, അത് ചെറിയ കാര്യമാണോ മെത്രാമാരെ? പിന്നെ കോടതി എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് തന്നെ പാമ്പ്ളാനി പിതാവ് ചെയ്തിരിക്കുന്നു. കോടതി അലക്ഷ്യം അത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണ്. എന്ത് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞുവോ അത് തന്നെ ചെയ്ത് സഭാ സംവിധാനം അട്ടിമറിച്ചിരിക്കുന്നു പാമ്പ്ളാനി പിതാവ് എന്നാണ് കോടതി വിധി. സഭാ സംവിധാനം അട്ടിമറിച്ചു. ഇപ്പൊ മെത്രാമാരെ നിങ്ങളും ഈ സഭാ സംവിധാനം അട്ടിമറിക്കുകയല്ലേ? ഇങ്ങനെ കുറ്റക്കാരനെന്ന് കണ്ട മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പൊലീത്തക്കെതിരെയും നിങ്ങൾ നടപടിയൊന്നും ശുപാർശ ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ ഒരു മാതൃകാപരമായി ഒന്ന് മാറ്റി നിർത്തുകയെങ്കിലും ചെയ്യാതെ ഇത് ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളും സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുകയല്ലേ? നിങ്ങൾക്കതിനുള്ള അധികാരം ഉണ്ടായിരിക്കാം. പക്ഷേ അപ്പോൾ നിങ്ങൾ ദൈവത്തെയല്ലേ വെല്ലുവിളിക്കുന്നത്? കത്തോലിക്ക സഭയല്ലേ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയല്ലേ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? ഈ കാനോൻ നിയമത്തിന് വിരുദ്ധമായ വൈദിക സമിതിയും ആലോചന സമിതിയും വിളിച്ചുകൂട്ടിയത് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും കൂടിയല്ലേ? നിങ്ങളത് ചോദ്യം ചെയ്തോ മെത്രാമാരെ? അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ഒരാളെ പങ്കെടുപ്പിച്ചത് ചോദ്യം ചെയ്തോ? കുറ്റക്കാരനല്ലാത്തവനും നിഷ്കളങ്കനും അതിൽ പങ്കെടുക്കാൻ യോഗ്യനുമായിരുന്ന ബസിലിക്ക വികാരിയെ പുറത്താക്കിയത്, അതും വളരെ ദാരുണമായ തരത്തിൽ പുറത്താക്കിയത് നിങ്ങൾ ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്യെങ്കിൽ ഞങ്ങൾ അറിയിക്കണ്ടേ? ഇതെല്ലാം പരസ്യമായി നടന്ന കാര്യങ്ങളാണ്. നിങ്ങൾ രഹസ്യമായി മാത്രം ചോദ്യം ചെയ്താൽ മതിയോ? ഞങ്ങളതെല്ലാം ചർച്ച ചെയ്തു, അതിന് പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നൊരു വാചകമെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇത്ര ശക്തമായ ഭാഷയിൽ കോടതി ഉത്തരവിറക്കി കുറ്റക്കാരെന്ന് കണ്ടവരാണ് എറണാകുളത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, എറണാകുളത്ത് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, സമാധാനമായി എന്ന് വത്തിക്കാനിലടക്കം ഇംഗ്ലീഷ് ചാനലുകളിലടക്കം നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യത്തിന് നിരക്കുന്നതാണോ? ഇതൊരു പൈശാചിക തന്ത്രമല്ലേ? നുണ പ്രചരിപ്പിക്കുന്നത് പൈശാചിക തന്ത്രമല്ലേ? അതിന് മെത്രാന്മാർ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? മെത്രാൻ സിനഡ് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും അസുലഭ സന്ദർഭമായിരുന്നു ഈ മെത്രാൻ സിനഡ്. എന്തുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്തില്ല? പ്രിയപ്പെട്ട മെത്രാന്മാരെ, ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ
ആ ബഹുമാനം ലോകാവസാനം വരെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ബഹുമാനിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ അധപതിച്ച് കിടക്കുകയാണ്, നിലവാരം താഴ്ന്നു പോയിരിക്കുകയാണ്. കാരണം നിങ്ങൾ കുറ്റക്കാരെ സംരക്ഷിക്കുന്നു. പാമ്പ്ളാനി പിതാവ് കുറ്റക്കാരനായി മണവാളൻ സംരക്ഷിക്കുന്ന പോലെ പാമ്പ്ളാനി പിതാവ് എന്ന കുറ്റക്കാരനെ നിങ്ങൾ സംരക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളും ഈ കൂട്ടുകുറ്റവാളികളായി തീരുകയല്ലേ? അപ്പോഴല്ലേ നിങ്ങളുടെ ഇമേജ്, ഈ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നത്, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാതെ വരുന്നത്. അതൊരു സഭയ്ക്ക് നല്ലതാണോ? നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കൂ. ഇനി ഒരു ഓൺലൈനായിട്ട് സിനഡ് വിളിക്കാനോ ഒരു അടിയന്തര സിനഡ് വിളിക്കാനൊന്നും പ്രയാസമില്ല. സഭയുടെ പ്രതിച്ഛായ, ദൈവത്തിനു മുമ്പുള്ള പ്രതിച്ഛായ വീണ്ടെടുക്കാനും ദൈവജനത്തിനു മുമ്പുള്ള പ്രതിച്ഛായ വീണ്ടെടുക്കാനും സത്വര നടപടികൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ നാശം തന്നെയാണ് വരുത്തി വെക്കുന്നത്. സാധാരണ മനുഷ്യൻ രക്ഷ പ്രാപിക്കും. പക്ഷെ ഞാൻ നിത്യരക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇഹലോകത്തിലെ കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത്. ഇഹലോകം യഥാർത്ഥമാണ്. സ്വർഗം യഥാർത്ഥമായിരിക്കുന്ന ഇഹലോകത്ത് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചാണല്ലോ. അതിനാൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ദൈവജനത്തിന്റെ മുഴുവൻ ആഗ്രഹം. അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഈ ഉരുട്ടി പോയാൽ സഭയ്ക്ക് വരുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ നടപടികൾ എടുക്കും എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി പിതാവിന്റെ പരാതി സുപ്പീരിയർ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാമ്പ്ളാനി പിതാവും മണവാളനും ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. പാമ്പാറയച്ചന്റെ സ്പെഷ്യൽ ട്രിബ്യൂണലിനെതിരെ പാമ്പ്ളാനി പിതാവ് സുപ്പീരിയർ ട്രിബ്യൂണലിന് നൽകിയ പരാതി തള്ളിയിരിക്കുന്നു. സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ ജനറൽ മോഡറേറ്റർ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്തയാണ് പാമ്പ്ളാനി പിതാവിന്റെ പരാതി പരിശോധിച്ചതിന് ശേഷം കഴമ്പില്ലെന്ന് കണ്ട് അത് തള്ളിയത്. 2 കേസുകൾ സംബന്ധിച്ചാണ് പാമ്പ്ളാനി പിതാവ് പരാതി നൽകിയിരുന്നത്. ആ 2 കേസുകളുടെയും തുടർ നടപടികൾ തടസ്സം കൂടാതെ തുടരാമെന്നും സുപ്പീരിയർ കോടതി വിധിച്ചു. ഇങ്ങനെ പാമ്പ്ളാനി പിതാവിനെതിരെ സുപ്പീരിയർ കോടതി വിധി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പാമ്പ്ളാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദിത്വം രാജിവെക്കേണ്ടതില്ലേ? അദ്ദേഹം രാജിവെക്കുന്നില്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടില് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതില്ലേ? മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും കോടതിയുടെ പരാമർശമുള്ളതിനാൽ, പാമ്പാറയച്ചന്റെ കോടതിയുടെ പരാമർശമുള്ളതിനാൽ മെത്രാൻ സിനഡ് അല്ലേ ഇവർക്ക് 2 പേർക്കുമെതിരെ നടപടി എടുക്കേണ്ടിയിരുന്നത്? ചുരുങ്ങിയ പക്ഷം താക്കീതോ മുന്നറിയിപ്പോ ഒരു ചെറിയ അച്ചടക്ക നടപടിയെങ്കിലും എടുക്കേണ്ടതായിരുന്നില്ലേ? വാസ്തവത്തിൽ മൂലക്കാട്ട് പിതാവ് തലയൂരുകയായിരുന്നു. എറണാകുളം അങ്കമാലിയുടെ വികാരി മെത്രാപ്പൊലീത്തയെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച സ്പെഷ്യൽ ട്രിബ്യൂണലിനെ സസ്പെൻഡ് ചെയ്ത ജനറൽ മോഡറേറ്റർ ഓഫ് ജസ്റ്റിസ് മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത തന്റെ ഉത്തരവുകളെല്ലാം പിൻവലിച്ച് തലയൂരുകയായിരുന്നു. പാമ്പ്ളാനി പിതാവ് നേരിടുന്ന അടുത്ത തിരിച്ചടിയാണിത്. അദ്ദേഹം തനിക്കുള്ള അധികാരവും ഇല്ലാത്ത അധികാരവും ഉപയോഗിച്ച് ഒരു പക്ഷേ ഇതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഊരിപ്പോന്നേക്കാം. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതിനേക്കാളേറെ സഭയുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാനും സംരക്ഷിക്കാനും ധാർമ്മികത സംരക്ഷിക്കാനും ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ പാമ്പാറയച്ചന്റെ സ്പെഷ്യൽ ട്രിബ്യൂണലിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ആ അനുവാദം. കൂദാശ വിലക്ക് നേരിടുന്നവനും പണം കട്ടെടുത്തുവെന്ന് കോടതി വിധി കൽപ്പിച്ചതുമായ മണവാളനച്ചനെ എറണാകുളം അങ്കമാലി ഭദ്രാസന ദേവാലയത്തിൽ നിന്നും ഇറക്കിവിടാതെ സംരക്ഷിച്ച് നിർത്തുകയും
സഭാ കോടതിയുടെ ഉത്തരവുകൾ കാറ്റിൽ പറത്തുകയും ചെയ്ത വികാരി മെത്രാപ്പോലിത്ത മാർ ജോസഫ് പാംപ്ലാനി സഭയുടെ കാനൺ നിയമത്തിനെതിരെ ഗൌരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഗുരുതരമായ അച്ചടക്ക ലംഘനവും നടത്തിയിരിക്കുന്നു. ഇതാണ് കോടതി ഉത്തരവിലൂടെ പറഞ്ഞിരുന്നത്, പാമ്പാറച്ചന്റെ കോടതി ഉത്തരവിലൂടെ. ഈ കോടതി ഉത്തരവിനെതിരെയാണ് പാംപ്ലാനി പിതാവ് സുപ്പീരിയർ കോടതിയിൽ പരാതി കൊടുത്തത്. ആ പരാതിയുടെ വെളിച്ചത്തിൽ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ നടപടികൾ നിർത്തിവെക്കാൻ ആദ്യം ഉത്തരവിട്ട മാർ മാത്യു മൂലക്കാട്ട് പാമ്പാറേച്ചൻ വത്തിക്കാനിലെ അപ്പസ്തോലിക സിഞ്ഞത്തോറിയെ സമീപിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആദ്യത്തെ ഉത്തരവ് ഭേദഗതി ചെയ്ത് ഈ മരവിപ്പിക്കൽ താൽക്കാലികമായിരിക്കുമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇതൊക്കെ നമ്മൾ മുൻപ് വളരെ വിശദമായി കണ്ടിട്ടുള്ളതാണ്. ആ ഉത്തരവും ഇപ്പോൾ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. മണവാളനും പാംപ്ലാനി പിതാവിനും എതിരെയുള്ള അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകാൻ സ്പെഷ്യൽ ട്രിബ്യൂണലിന് അനുവാദം കൊടുത്തിരിക്കുകയും ചെയ്യുന്നു സുപ്പീരിയർ കോടതി. ഇന്നലെ 2025 സെപ്റ്റംബർ 2 സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ കോടതിയുടെ ജനറൽ മോഡറേറ്ററായ മാത്യു മൂലക്കാട്ട് പിതാവ് സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ജഡ്ജിയായ ജെയിംസ് പാമ്പാറേച്ചൻ നൽകിയ കത്ത് അത് ഞാൻ വായിക്കാം, അതിന്റെ മലയാള പരിഭാഷ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപ്പോലിത്തയായ മാർ ജോസഫ് പാംപ്ലാനിയിൽ നിന്ന് ഒരു പരാതി ലഭിച്ചതിനെ തുടർന്ന് മാർ പാംപ്ലാനി നൽകിയ 2 കേസുകൾ സംബന്ധിച്ച് 2025 ഓഗസ്റ്റ് 9 പ്രോട്ടോകോൾ നമ്പർ 1/2025 എന്റെ കത്തിലൂടെ 2 കേസുകളുടെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ. നിങ്ങൾ ഓഗസ്റ്റ് 9 ശേഷമുള്ള എന്റെ വീഡിയോസ് കണ്ടാൽ ഇതേക്കുറിച്ചുള്ള വിശദമായ സംഗതിയിൽ കാണും. ഓഗസ്റ്റ് 10, 11, 12 തീയതികളിലൊക്കെ നോക്കിയാൽ കാണാം. മാർ ജോസഫ് പാംപ്ലാനിയുടെ പരാതി പരിശോധിച്ച ഞാൻ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങളെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ട്രിബ്യൂണലിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്റെ അഭ്യർത്ഥന മാനിച്ച് സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായ താങ്കളും ട്രിബ്യൂണലിന്റെ മറ്റ് 2 ജഡ്ജിമാരായ റവറൻ ഡോക്ടർ ജോസ് മാറാട്ടിലും റവറൻ ഡോക്ടർ ജോയ് പാലിയേക്കരയും ഓഗസ്റ്റ് മാസം 26 മേജർ ആർച്ച് ബിഷപ്പിന്റെ ട്രിബ്യൂണലിലേക്ക് വന്നു. ആ കൂടിക്കാഴ്ചയിൽ വളരെ ഫലപ്രദമായ ചർച്ചയുണ്ടായി. അത്യാവശ്യമായ കാര്യങ്ങളിൽ വ്യക്തമായ വിശദീകരണങ്ങൾ നൽകപ്പെട്ടു. ആ മീറ്റിംഗിന്റെ വെളിച്ചത്തിൽ ആ 2 കേസുകളിൽ തുടർ നടപടി നിർത്തിവെച്ച് ഞാൻ നൽകിയ സസ്പെൻഷൻ ഉത്തരവ്, മുകളിൽ സൂചിപ്പിച്ച പ്രോട്ടോകോൾ നമ്പർ അനുസരിച്ചുള്ള ഉത്തരവ് തന്നെ ഞാൻ പിൻവലിക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ ട്രിബ്യൂണലിന് നടപടികൾ തുടരാം. നീതിയുടെ കാര്യനിർവഹണത്തിന് വേണ്ടിയുള്ള ജനറൽ മോഡറേറ്ററുടെ കാര്യാലയത്തിൽ നിന്ന് 2025 സെപ്റ്റംബർ 2 നൽകപ്പെട്ടത്. മാർ മാത്യു മൂലക്കാട്ട് OSB മെത്രാപ്പൊലീത്ത. പകർപ്പുകള് തട്ടിൽ പിതാവിന്, പാംപ്ലാനി പിതാവിന്, ജോസ് മാറാട്ടിലച്ഛന്, ജോയ് പാലിയേക്കരച്ഛന്. ഇതാണ് ഈ ഇന്നലെ സുപ്പീരിയർ കോടതിയുടെ വിധി. എന്ന് വെച്ചാൽ സ്പെഷ്യൽ ട്രിബ്യൂണല് മണവാളനും പാംപ്ലാനി പിതാവിനും എതിരെ എടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാം. നിങ്ങൾക്കറിയാം എന്താണ് കേസുകളെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മണവാളനച്ഛൻ അർപ്പിച്ച കുർബാനകളും കേട്ട കുമ്പസാരവും ആശവെച്ച കല്യാണവും എല്ലാം ഒരു അൽമായൻ ചെയ്തതിന് തുല്യമാണ്, ഒരു അൽമായൻ ഉടുപ്പിട്ട് ചെയ്തതിന് തുല്യമാണ്. കാരണം അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു, കൂതാശ വിലക്കുള്ള ആളായിരുന്നു. അതിനെതിരെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള കാര്യാലയത്തിന്, വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിന് റിപ്പോർട്ട് കൊടുക്കണമെന്ന് സഭാ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് അത് ചെയ്തില്ലെങ്കിൽ കോടതി ചെയ്യുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഉടുപ്പൂരി വിടേണ്ട മണവാളനെ ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും സഭയുടെ കൂടെ നിൽക്കുന്ന ഒരു പാഠം പഠിപ്പിക്കുമെന്നും പാംപ്ലാനി പിതാവ് നിലപാടെടുക്കുന്നു. അതെങ്ങനെയാണ് നീതിവൽക്കരിക്കുക? ഈ മണവാളനെ കുറിച്ചുള്ള കോടതി വിധിന്യായത്തിലെ കാര്യങ്ങൾ നോക്കൂ. അതിന് ഞാനൊരു രക്തചുരുക്കം പറയാണ്. പണം കട്ടെടുക്കുന്നു, സഭാവിരുദ്ധ പ്രവർത്തനത്തിന് ആ പണം ഉപയോഗിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, കൃത്യവിലോപം ചെയ്യുന്നു, നിയമം ലംഘിക്കുന്നു, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സ്പർദ്ധ വളർത്തുന്നു, വിശ്വാസികളെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കുന്നു, വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുന്നു, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതിയെ സമീപിക്കുന്നു. ഒരു അച്ഛനെ ഉടുപ്പൂരി വിടാൻ ഇത്രയധികം കേസുകളൊന്നും വേണ്ട. മറ്റേത് രൂപത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു അച്ഛനെ സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരിക്കും. ഇത്രമാത്രം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളെയാണ് പാംപ്ലാനി പിതാവ് സംരക്ഷിക്കുന്നത്. അപ്പോൾ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നർത്ഥം. അക്കംപ്ലിക്സ് ആണ്, കുറ്റവാളിയാണ് പാംപ്ലാനി പിതാവ്.
ഇത്രമാത്രം കുറ്റങ്ങൾ ചെയ്ത ഒരു വൈദികനെ സംരക്ഷിക്കുന്നതിലൂടെ, അതിൽ കൂതാശ വിലക്കുള്ള മറ്റു അച്ഛന്മാരെ സംരക്ഷിക്കുന്നതിലൂടെ പാമ്പ്ലാനി പിതാവ് വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്തിരിക്കുന്നു. മണവാളനച്ഛനാണ് കുറ്റക്കാരൻ എന്ന് വാദിക്കാൻ കഴിയില്ല. കാരണം മണവാളനച്ഛനെയും കൂതാശ വിലക്കുള്ള മറ്റു വൈദികരെയും സംരക്ഷിക്കുന്നത് പാമ്പ്ലാനി പിതാവാണെന്ന് വിധിന്യായം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. മണവാളനെ കുറ്റവിമുക്തനാക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടതും പാമ്പ്ലാനി പിതാവാണ്, പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെ. അപ്പോ കുറ്റകൃത്യം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയ ആളെ കുറ്റവിമുക്തനാക്കണമെന്ന് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെ കോടതിയോട് ആവശ്യപ്പെടുക. എന്തൊരു തെമ്മാടിത്തരമാണിത്. ഞാൻ മുമ്പ് മെത്രാന്റെ ഡിഗ്രി വെളിപ്പെടുത്തുക എന്ന ശീർഷകത്തിലുള്ള വീഡിയോയില് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിലേക്ക് റഫർ ചെയ്തത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിലൂടെ മാർപ്പാപ്പ നേരിട്ട് രൂപതാഭരണം നടത്തിയിരുന്ന കാലയളവിലാണ്, ബോസ്കോ പുത്തൂരിലൂടെ. അത് മാറ്റാൻ വികാരി മെത്രാപ്പൊലീത്തയ്ക്ക് അധികാരമുണ്ടെങ്കിൽ അത് കാനോൻ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ഞങ്ങൾക്ക് അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ 2025 ജൂലൈ 31 സഭാകോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവില് അതിന് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. ബോസ്കോ പിതാവ് റഫർ ചെയ്ത സംഗതി പാമ്പ്ലാനി പിതാവിന് പിൻവലിക്കാൻ അധികാരമില്ല. ഇല്ലാത്ത അധികാരമാണ് അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇനി കൂതാശ വിലക്ക് നീക്കിയെങ്കിൽ പോലും പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നീക്കിയിട്ടില്ല, നീക്കിയാൽ പോലും കൂതാശ വിലക്കുള്ള കാലയളവിൽ കൂതാശ വിലക്ക് ലംഘിച്ച് ഇവർ കൂതാശ അർപ്പിച്ചു പോകുന്നു. അങ്ങനെ കൂടുതൽ ഗൗരവമായി പാപം ചെയ്തു. എന്തൊരു ഭയാനക സ്ഥിതിയാണിത്. അത് പരിഹരിക്കാൻ സഭ സ്വീകരിക്കേണ്ട നടപടികളുണ്ടായിരുന്നു. ഈ കൂതാശ വിലക്കുള്ള വൈദികരുടെ കൂതാശ ജനം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരും വിശ്വാസത്തിനെതിരെ പാപം ചെയ്യുന്നു, സഭയുടെ ഐക്യതയ്ക്കെതിരെ പാപം ചെയ്ത് ശീഷ്മയിലായിരിക്കുന്നു. ഈ പാമ്പാറയച്ചനും ജോയ് പാലിയാക്കരച്ചൻ ഇരിങ്ങാലക്കട രൂപതക്കാരനാണ്, എന്റെ രൂപതക്കാരനാ. അതിൽ ജോസ് മാറാട്ടിലച്ചൻ ഇടുക്കി രൂപതക്കാരനാ, എന്റെ ക്ലാസ്മേറ്റാ. ഇവരൊക്കെ ഒപ്പിട്ട കോടതി വിധിയില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അഴിമതിക്കാരനായ മണവാളനെ പാമ്പ്ലാനി അനധികൃതമായി സംരക്ഷിക്കുന്നു. മണവാളനച്ഛനെ കുറ്റം വിമുക്തനാക്കാൻ തെറ്റായ വഴികൾ തേടുന്നു പാമ്പ്ലാനി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്നു. ഉള്ള അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. സഭയുടെ കാനോൻ നിയമത്തിനെതിരെ ഗൗരവമേറിയ കുറ്റം ചെയ്തിരിക്കുന്നു. എറണാകുളത്ത് സമാധാനം കൈവന്നുവെന്ന് നുണ പ്രചരിപ്പിക്കുന്നു. ഇത്രയും ഗൗരവമായ തെറ്റുകൾ പോരെ പാമ്പ്ലാനി പിതാവിനെ രാജിവെക്കാൻ? ഇതിനു മുമ്പ് ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. ആ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ വളരെ വിശദമായിട്ട് അങ്ങനെ തന്നെ ആ കോടതി വിധി വായിച്ച് തന്നെ ഞാൻ വ്യാഖ്യാനിച്ചിരുന്നു. അതിലെ ആ ഹെഡിങ്സ് മാത്രം പറയുക. പാമ്പ്ലാനി മെത്രാപ്പൊലീത്ത അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു. അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടലാണ്. മാത്രമല്ല, വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും വേണം. ഇതാണ് സഭാ കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീർന്നില്ല. തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും കൃത്യവിലോപം ചെയ്തിരിക്കുന്നു. സഭാ കോടതി കണ്ടെത്തിയിരിക്കുന്നേ. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും കൃത്യവിലോപം ചെയ്തിരിക്കുന്നു. ഇത്തവണത്തെ കൂടിയെ ഈ മെത്രാൻസിന്റെ അടുത്ത് ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരു നടപടി വേണ്ടിയിരുന്നില്ലേ? സഭാ കോടതി തെളിവുകൾ സഹിതം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പൊലീത്തയും കൃത്യവിലോപം ചെയ്തിരിക്കുന്നു. നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി. അതേ കോടതി വിധി പറയാണ് ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ, സഭാ നിയമത്തിന്റെ ഗൗരവമായ ലംഘനം. ഇത് കത്തോലിക് സഭ വളരെ ഗൗരവത്തിലെടുക്കില്ലേ? തീർന്നില്ല. പാമ്പ്ലാനി പിതാവ് കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു. എന്താണ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞോ അതങ്ങനെ തന്നെ ചെയ്തു. കോടതി വിധി വന്നതിന് പിന്നാലെ എന്താണോ കോടതി ചെയ്യരുതെന്ന് പറഞ്ഞത് അത് ചെയ്തു. അങ്ങനെ സഭ സംവിധാനത്തെ അട്ടിമറിച്ചു. കാനോൻ നിയമത്തിന് വിരുദ്ധമായ വൈദിക സമിതി, ആലോചന സമിതി എന്നിവ വിളിച്ചുകൂട്ടി. മാത്രമല്ല, സഭാ കോടതി കുറ്റക്കാരെന്ന് കണ്ട ആളെ, കോടതി വിധിച്ച ആളെ സംബന്ധിക്കാൻ യോഗ്യതയുള്ള ആളെ ഇവർ രണ്ടുപേരും ചേർന്ന് പുറത്താക്കി. തട്ടിൽ പിതാവും പാമ്പ്ലാനിയും ചേർന്ന്. എന്നോട് കളിച്ചിൽ ഇങ്ങനെ ഇരിക്കും എന്ന് അഹങ്കരിക്കാം. കത്തോലിക്ക സഭയില് ചില മെത്രാന്മാർക്ക് അങ്ങനെ തോന്നാം. ഇത്ര ശക്തമായ ഭാഷയിൽ കോടതി ഉത്തരവിറക്കി
സഭാകോടതി വിധിച്ചത് ആർക്കെതിരെയാണോ അവർ വിജയശില്പികൾ എന്ന മട്ടില് ഈ മെത്രാൻ സിനഡ് അംഗീകരിച്ചത് ശരിയാണോ? അങ്ങനെ കൊട്ടിഘോഷിക്കുന്നെങ്കിൽ അത് പുറത്തുള്ളവർ ചിലരൊക്കെ ഉണ്ട്. ഈ മെത്രാന്മാരുണ്ടെങ്കിൽ അവര് സ്വന്തം ജീവിതത്തിൽ സത്യസന്ധതയുള്ളവരാണോ? ധാർമ്മികതയുള്ളവരാണോ? ഏതെങ്കിലും തരത്തിൽ ആത്മീയതയുള്ളവരാണോ? ഇരുട്ടിനെ വെളിച്ചമായും വെളിച്ചത്തെ ഇരുട്ടായും ചിത്രീകരിക്കാൻ നമുക്കൊരു മെത്രാൻ സിനഡ് ആവശ്യമുണ്ടോ? ഇത് വളരെ ഗൗരവത്തോടെ കാണണം. ഒരു സഭ നിശ്ചയിച്ച കോടതി തെളിവുകൾ സഹിതം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് ആ കോടതി അട്ടിമറിക്കാൻ നോക്കുക, പിരിച്ചുവിടാൻ നോക്കുക, സസ്പെൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് റോമില് പരാതിപ്പെടുമെന്ന് കണ്ടപ്പോൾ അത് അപ്പാടെ വിഴുങ്ങി തലയൂരുക. അതുകൊണ്ട് തീർന്നില്ലല്ലോ. ഈ കോടതി കുറ്റക്കാരെന്ന് കണ്ടവരെ കുറ്റക്കാർ തന്നെയല്ലേ? അതിന് ഒരു മിനിമം മര്യാദയില്ലേ? ഈ കോടതി വിധി വരുമ്പോൾ ആർക്കെതിരെയാണ് വിധി വരുന്നത് അവരെടുക്കേണ്ട ഒരു അവര് കൈക്കൊള്ളേണ്ട ചില നടപടിക്രമങ്ങളില്ലേ? അതിന്റെ കത്തോലിക്ക സഭയ്ക്ക് മാത്രം ധാർമ്മികത ഇല്ലേ? ആത്മീയത ഇല്ലേ? മര്യാദയില്ലേ? രാഷ്ട്രവ്യവഹാരത്തിലാണ് ഇങ്ങനൊരു കോടതി വിധി വരുന്നെങ്കിൽ അവർ മര്യാദ പാലിച്ച് രാജിവെക്കും. കത്തോലിക്ക സഭയിൽ അത്ര ഒരു കീഴ്വഴക്കം ഇതുവരെ ഇല്ല. അതായിരിക്കും പ്രശ്നം. ഏതായാലും ദൈവം വലിയവനാണ്. ഇങ്ങനെ സകല തരത്തിലും സകല മേഖലകളിലും സത്യവിശ്വാസത്തിന്റെ കാര്യത്തിലും സഭയുടെ ഐക്യത്തിന്റെ കാര്യത്തിലും, അതിൽ സത്യവിശ്വാസത്തിനെതിരെ പാപം ചെയ്താൽ പാഷാണ്ഡത, സഭയുടെ ഐക്യത്തിനെതിരെ പാപം ചെയ്താൽ ശീഷ്മ, പിന്നെ കാനൺ ലോ സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുക, കാനൺ ലോക്കെതിരെ ഗൗരവമായ ലംഘനം, ഇങ്ങനെ സകല തരത്തിലും തെറ്റുകൾ ചെയ്യുകയും തെറ്റുകൾ ചെയ്തവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ മണവാളച്ചനെയും പാമ്പ്ളാനി പിതാവിനെയും സഭാ സിനഡ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതില്ലേ? അതോ ഇതൊക്കെ ചെയ്താലും സാരമില്ല എന്ന് വിചാരിച്ച് ഇവർ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കൂ. മെത്രാന്മാരെ, ഞങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനമാണ്, ആയിരുന്നു, ഇപ്പൊ കുറഞ്ഞു. കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. ഈ സിനഡ് എന്തുമാത്രം ഗൗരവമായി കാര്യങ്ങൾ ചെയ്ത് എത്ര ഗൗരവമായി തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യാതെ കുറ്റക്കാരെന്ന് കണ്ടവരെ തന്നെ കുറ്റകൃത്യം ചെയ്ത് എവിടെയാണോ അവിടെ പിന്നെയും പ്രവർത്തിക്കാൻ നിയമിച്ചിരിക്കുന്നു. അവർ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കെന്ത് ഈ ഒരു സാമാന്യ ബോധമില്ലാതായോ? ഈ കോടതി വിധികളൊക്കെ സിനഡിന് മുമ്പല്ലേ വന്നത്? നിങ്ങളത് ഗൗരവത്തോടെ ചർച്ച ചെയ്തോ? ഈ സുപ്പീരിയർ കോടതിയുടെ ജനറൽ മോഡറേറ്റർ മൂലക്കോട്ട് പിതാവും ഈ സിനഡിൽ ഉണ്ടായിരുന്നില്ലേ? പാമ്പാറത്തിന്റെ കോടതി വിധി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളിത് ചർച്ച ചെയ്തോ? ചർച്ച ചെയ്തിട്ട് ഗൗരവം ചിന്തിച്ചോ? അത് സകല അധികാരം നിങ്ങൾക്കുള്ളത് കൊണ്ട് ആരും നിങ്ങൾ ചോദ്യം ചെയ്യുകയില്ലെന്നും നിങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്യാമെന്നും വിചാരിക്കുന്നുവോ? ഇത് ദൈവത്തിന്റെ സഭയാണ്, കർത്താവിന്റെ സഭയാണ്. നിങ്ങൾ തോന്നിയാസോടെ നടക്കില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തണമെങ്കിൽ, നിലനിർത്തിക്കൊണ്ട് തന്നെ പറയണം, പക്ഷെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ധാർമ്മികമായും ആത്മീയമായിട്ടും സഭയുടെ മെത്രാന്മാരായിട്ട് പ്രവർത്തിക്കണം. സഭയുടെ ആത്മീയ പിതാക്കം, നിങ്ങൾ പിതാക്കന്മാർന്ന് ഞങ്ങൾ വിളിക്കണം, ആത്മീയ പിതാക്കന്മാർന്ന് നിലയ്ക്ക്. ആത്മീയ പിതാക്കന്മാർക്ക് ധാർമ്മികത പാടില്ലെന്നില്ല. ധാർമ്മികത ഉണ്ടെങ്കിലേ ആത്മീയതയ്ക്ക് ബലമുള്ളൂ, ആത്മീയത ഉണ്ടെങ്കിലേ ധാർമ്മികതയ്ക്കും ബലമുള്ളൂ. അതില്ലെങ്കിൽ പിതൃത്വം നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർമ്മല കുസുമത്തിൽ പറഞ്ഞത് നിങ്ങൾ പിതാക്കന്മാരെന്ന് വിളിക്കില്ല, മെത്രാന്മാരെന്ന് വിളിക്കാന്ന്, മേൽനോട്ടക്കാര്. പക്ഷേ ഒരു രൂപതയുടെ പിതാവ്, ഒരു സഭയുടെ പിതാവ്, ആത്മീയ പിതാവ്, ആ അർത്ഥത്തിൽ വിളിക്കാൻ, പിതാവെന്ന് വിളിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ പിതാക്കന്മാരായി നിങ്ങൾ നിൽക്കണം. പിതാക്കന്മാർക്ക് വേണ്ടത് ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്, അല്ലെങ്കിൽ മൂന്ന്. ഒന്ന് സത്യവിശ്വാസം, രണ്ട് ധാർമ്മികത, മൂന്ന് ആത്മീയത. ഒരു കാര്യം കൂടി വേണം, സഭയുടെ നിയമങ്ങളോടുള്ള വിശ്വസ്തത, കൂറ്. ഇതൊന്നും നിങ്ങളിപ്പോ കാണിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു മെത്രാൻ സിനഡ്? ഈ സിനഡ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ.
അപ്പോൾ ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നം നിന്നിട്ട് അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു വാചകം നിങ്ങളുടെ സർക്കുലറിൽ ഉണ്ടോ? ഇങ്ങനെ പാമ്പാറത്തിന് വിധി വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ ചർച്ച ചെയ്തു, അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഒരു വാചകമെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇതൊന്നും അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ദൈവത്തിന്റെ സഭയാണിത്, കർത്താവിന്റെ സഭയാണിത്. നിങ്ങൾ പൈശാചിക ശക്തികളോട് കൂട്ടുചേർന്ന് ഇതിനെതിരെ പ്രബലപ്പെടാൻ ശ്രമിക്കരുത്. ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിങ്ങൾക്ക് നന്നല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.